ആദ്യം ശ്രീ എ എം ആരിഫിലേക്കാണ്. ആരിഫ്, ഇപ്രാവശ്യം ആലപ്പുഴ എന്ന് പറയുന്നത് എന്താണ് മനസ്സിൽ കരുതിയിരിക്കുന്നത്? കഴിഞ്ഞ 2019 അത്ഭുതം കാണിച്ച മണ്ഡലമാണ്. ആരിഫ് അത്ഭുതം കാണിച്ചു. വലിയ തരംഗത്തിനിടയിലും ചെറിയ ഭൂരിപക്ഷത്തിലാണെങ്കിലും എന്താ പറയുക, ഒരു കനൽത്തരി എന്ന മട്ടിൽ ആരിഫ് ഉയർന്നു വന്നു. 2024-ലും ആ വിജയം ആവർത്തിക്കാൻ കഴിയുമോ ആലപ്പുഴയുടെ സാഹചര്യത്തിൽ? 101% ആത്മവിശ്വാസത്തിൽ തന്നെയാണ് വിജയിക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. എന്താണ് അതിന്റെ ഘടകങ്ങൾ? വിവിധ സാമുദായിക വിഭാഗങ്ങളുടെ പിന്തുണ, നേരത്തെ ഇവിടെ താങ്കളുടെ എതിരാളിയായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നു, അവരോട് ഞാൻ ചോദിച്ച ചോദ്യമാണത്. വിവിധ സാമുദായിക ഘടകങ്ങളുടെ പിന്തുണ വളരെ നിർണായകമാണ് ആലപ്പുഴയിൽ. അല്ല, അത് ഈ സാമുദായിക പിൻബലം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സമുദായ സംഘടനകളും അവരുടെ സമുദായ വിശ്വാസികളും എനിക്ക് വോട്ട് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ അരൂരിൽ മത്സരിക്കുമ്പോൾ മൂന്നാമതോ നാലാമതോ, ജനസംഖ്യ കൊണ്ട് മൂന്നാമതോ നാലാമതോ ആണ് മുസ്ലിം ജനവിഭാഗമുള്ളത് അവിടുത്തെ വോട്ടർമാരിൽ. പക്ഷെ ഞാൻ മത്സരിക്കുമ്പോൾ എനിക്ക് 39,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് മൂന്നാമത് മത്സരിച്ചപ്പോൾ കിട്ടിയത്. അവിടെ 60-62% ഈ എടുത്താൽ ആ മണ്ഡലത്തിൻ്റെ ഒരു സാമുദായിക സ്ട്രെങ്ത് എടുത്ത് നോക്കിയാൽ 52% ഈഴവരാണ്. അത് കഴിഞ്ഞാൽ ക്രൈസ്തവരും നായർ സമുദായമൊക്കെ കഴിഞ്ഞിട്ടാണ് മുസ്ലിം സമുദായം വരുന്നത്. അവിടെ മുസ്ലിം വോട്ട് കൊണ്ടാണോ ഞാൻ ഈ ഭൂരിപക്ഷം നേടിയത്? അല്ല, അവിടെയാണ് എന്റെ ചോദ്യം. അതായത് ഈഴവ സമുദായത്തിന് നിർണായകമായ പ്രാതിനിധ്യമുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രന് വേണ്ടി വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിൽ നിന്ന് തന്നെ ആളുകൾ വോട്ട് തേടാൻ പോകുന്നു. SNDP യോഗത്തിന്റെ തീട്ടൂരനുസരിച്ചൊന്നും ആയിരിക്കില്ല ഒരുപക്ഷെ വോട്ട്. പക്ഷേ അങ്ങനെ വെള്ളാപ്പള്ളിയുടെ കുടുംബത്തിൽ നിന്നും നേരിട്ട് ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്ന ഒരു രീതി ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ തന്നെയും ഒരുപക്ഷെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഇഴവ് വോട്ടുകൾ വളരെ നിർണായകമാണ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ സമീകരിച്ചെടുക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ ഇല്ലേ പുതുതായി? ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഈ സമുദായ സംഘടനകൾ അവരുടെ അണികളോട് സാമുദായികമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അവർ തീർച്ചയായും ഉൾക്കൊള്ളുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുകയും ഒക്കെ ചെയ്യും. വോട്ടിൻ്റെ കാര്യം വരുമ്പോഴത്തേക്ക് സമുദായ നേതൃത്വം അങ്ങനെ പറയാറില്ല. ഇപ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോലും അത് അവർക്കൊരു ഒരു അതിൻ്റെ അതിനപ്പുറമൊക്കെ ചിന്തിക്കുന്ന ഒരു സമൂഹമാണ്. പിന്നെ എനിക്ക് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാലും വേറൊരാൾക്ക് വേണ്ടി പറഞ്ഞാലും ഒക്കെ ആ നിലയിൽ തന്നെയാണ് അവരെടുക്കുന്നത്. അപ്പം അവരുടെ വിശ്വാസം LDF ചെയ്യണമെന്നാണെങ്കിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഉറയ്ക്കും. അല്ല, അവരുടെ വിശ്വാസം UDF ചെയ്യണമെന്നാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞാലും അവർ ചിലപ്പോൾ ചെയ്യണമെന്നില്ല. ശരിയാണ്. ഈ സാമുദായിക നേതാക്കൾ പറയുന്ന രാഷ്ട്രീയം അനുസരിച്ച് ആളുകൾ വോട്ട് ചെയ്യണമെന്നില്ല. ഇപ്പം കഴിഞ്ഞ ഒരിക്കൽ പോലും KC വേണുഗോപാൽ വെള്ളാപ്പള്ളി നടേശൻ്റെ വീട്ടിൽ പോയി വോട്ട് അഭ്യർത്ഥിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ KC വേണുഗോപാലിന് എതിരായിരുന്നു. എന്നിട്ട് അദ്ദേഹം അവിടുന്ന് MLA ആയിട്ടും ജയിച്ചിട്ടുണ്ട്, MP ആയിട്ടും ജയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളാപ്പള്ളിയുടെ ഒരു പ്രഖ്യാപനത്തിനോ ഒക്കെ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് നമുക്കറിയാം. നോക്കൂ, 2019 താങ്കൾ നേരിട്ടത് ഷാനിമോൾ ഉസ്മാനെയാണ് ആലപ്പുഴയിൽ. KC വേണുഗോപാൽ MLA എന്നുള്ള നിലയ്ക്കും MP എന്നുള്ള നിലയ്ക്കും പലതവണ മത്സരിച്ച് വിജയിച്ച ആ മണ്ഡലത്തിൽ താരതമ്യേന ചെറിയൊരു എതിരാളിയായിരുന്നു ഷാനിമോൾ ഉസ്മാൻ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇക്കുറി താങ്കൾ നേരിടുന്നത് KC വേണുഗോപാലിനെ തന്നെയാണ്. KC വേണുഗോപാൽ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ദേശീയ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാൾ കൂടിയാണ്. ആ അർത്ഥത്തിൽ 2019 അപേക്ഷിച്ച് 2024 ഒരു ടഫ് ടാസ്ക് ആണ് എന്ന് ആരിഫിന് തോന്നുന്നുണ്ടോ? അദ്ദേഹം ഷാനിമോളേക്കാൾ കൂടുതൽ ആലപ്പുഴ അറിയുന്ന ആളാണ്, അത് തർക്കമൊന്നുമില്ല. ആലപ്പുഴയിലെ MLA ആയിരുന്നു അദ്ദേഹം. 2 തവണ കേന്ദ്ര സഹമന്ത്രിയായി 5 കൊല്ലം ഇരുന്ന ആളാണ് അദ്ദേഹം. MP ആയിരുന്ന ആളാണ്. പക്ഷേ അതേ ഇത് വെച്ച് നോക്കുമ്പോൾ 3 തവണ MLA ആയിരുന്ന ആളാണ് ഞാൻ. 1 തവണ MP ആയി ഇരുന്നയാളാണ്. ഈ കാലയളവിലെ ജനങ്ങളുമായിട്ടുള്ള അടുത്തിടപഴകിയുള്ള ബന്ധങ്ങൾ വ്യക്തിപരമായി, രാഷ്ട്രീയം വേറെ, അത് പരിശോധിക്കും. ഇതെല്ലാം പരിശോധിക്കുമ്പോൾ നോക്കുമ്പോൾ ആ പ്രൊഫൈൽ വെച്ച് നോക്കിയാൽ ആ പ്രൊഫൈൽ ഒട്ടും പുറകിലല്ല ഞാൻ. ശരി, വളരെ 5 കൊല്ലക്കാലം KC വേണുഗോപാൽ ആലപ്പുഴയിൽ ഇല്ലായിരുന്നു. വളരെ നന്ദി ശ്രീ എ എം ആരിഫ്. താങ്കളെ ആത്മവിശ്വാസം തുണയ്ക്കട്ടെ. എല്ലാ ആശംസകളും നേരുകയാണ്.